ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രിയാമ്പിൾ. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്നുപോയിട്ടുണ്ടായിരുന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷന്റെ സ്റ്റേജ് 1 പ്രിലിംസ് അതിന്റെ ചോദ്യ പേപ്പറും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാറ്റേൺ ചേഞ്ച് ആയി എന്ന് തുടങ്ങിയിട്ടുള്ള കുറേയധികം കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം കുറേയധികം സ്റ്റുഡൻസിന്റെ കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിൽ ചില ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിച്ചില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അതേപോലെ തന്നെ സ്റ്റേജ് 1 പ്രിലിംസ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നുള്ളത്, നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ച് ഷാറ്റർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. റിസൾട്ടിന് വെയിറ്റ് ചെയ്യണോ, പഠിച്ചു തുടങ്ങണോ, അതിൽ കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി സ്റ്റേജ് 2 and 3 എഴുതാനിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നമ്മളുടെ ആദ്യത്തെ സ്റ്റേജ് അവരെ അഫക്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. കാരണം അവരുടെ പരീക്ഷ എളുപ്പമായാൽ ഇവിടെ നോർമലൈസേഷൻ വരാനൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇനി തയ്യാറെടുക്കണം, നമ്മളും ഈ ഒരു രീതിയിൽ ഒരു ഡിഫിക്കൽട്ടി ലെവൽ പ്രതീക്ഷിക്കണോ, അല്ലെങ്കിൽ റിവിഷൻ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ സബ്ജക്റ്റുകൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഇനി സമയം കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുമുള്ളൊരു സംശയമുണ്ടായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മളുടെ ഈ ഒരു പരീക്ഷയിൽ PSC പരീക്ഷ നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ എനിക്ക് തോന്നുന്നു ഈ പുതിയ പാറ്റേണിലെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ആദ്യമായിട്ടാണ് ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ചോദിക്കാതെ വിട്ടുപോയിട്ടുള്ളത്. അത് തന്നെ നമ്മളുടെ ജനറൽ സ്റ്റഡീസ് പേപ്പറുകളിൽ, അതായത് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഏരിയ എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആദ്യം പഠിക്കുന്നത്, ഏറ്റവും കൂടുതൽ സമയം പഠിക്കുന്നത്, ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യുന്നത്, എല്ലാവർക്കും കുറച്ച് കൂടുതൽ അറിയാവുന്നത്, ഇങ്ങനെ തുടങ്ങി ടോട്ടലി ഫേവറബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത്, അതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ അത്രയും റെലവൻ്റ് ആയിട്ടുള്ള, അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു കോർ ഓഫ് ദി കോർ സബ്ജക്റ്റിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നത്, അത് ഉറപ്പായിട്ടും കോൺഫിഡൻസിനെ ഷാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇനി സംഭവിക്കുമോ, ഇതനുസരിച്ചുകൊണ്ട് സ്റ്റേജ് 2 and 3 നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെയുള്ള സംശയങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഇതൊരു പാറ്റേൺ ചേഞ്ച് ആണ് എന്നുള്ളൊരു രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ സിലബസ് തന്നിട്ടുണ്ട്, സിലബസിനകത്ത് കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ സിലബസിന്റെയും താഴെ നമുക്ക് കറണ്ട് അഫേഴ്സിനെ പറ്റിയിട്ട് ചോദിക്കുമെന്ന്, അതായത് കൃത്യം കറണ്ട് അഫേഴ്സിന് ഇത്ര മാർക്ക് എന്ന് പറയുന്നില്ല, പകരം കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ടോപ്പിക്കുകൾ കൂടി അതിലുണ്ടാകും എന്ന് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കേരള PSCയുടെ എക്സാംസ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പരീക്ഷകളിലും മോറോർലെസ് ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് കൃത്യം ചോദ്യങ്ങൾ, അതായത് 5 മാർക്കിന് ഇതിൽ നിന്ന് ചോദിക്കുന്നു, 5 മാർക്കിന് അടുത്ത സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്നു എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. 4 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 6 മാർക്കിന് ചോദിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില സബ്ജക്റ്റിലെ ചോദ്യങ്ങൾ മറ്റ് ചില സബ്ജക്റ്റുകളിലേക്ക് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാറാറൊക്കെ ഉണ്ട്. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എപ്പോഴും കൃത്യമായിട്ട് അങ്ങനെ തന്നെ വന്നതാണ് കണ്ടിട്ടുമുള്ളത്. അതേപോലെ തന്നെ കറണ്ട് അഫേഴ്സ് എല്ലാ ടോപ്പിക്കിൽ നിന്നും, എന്നാൽ ഇപ്പോൾ 5 ചോദ്യങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്നും, എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോ കറണ്ട് അഫേഴ്സ് ചോദിക്കാം. അങ്ങനത്തെ പാറ്റേൺ ഒന്നുമില്ല. നമുക്കറിയാം ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് കറണ്ട് അഫേഴ്സ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. എന്നാൽ ചില സബ്ജക്റ്റുകളിൽ, ചില പരീക്ഷകളിൽ വളരെ വിരളമായിട്ട് ചില കറണ്ട് അഫേഴ്സ് ചോദിക്കാറുമുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡായിരുന്നു കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ട്രെൻഡിൽ ഒരു ബ്രേക്ക് ഉണ്ടായി എന്നുള്ളതാണ്, അല്ലാതെ അതൊരു പാറ്റേൺ ചേഞ്ച് ആയി PSCയുടെ കംപ്ലീറ്റ് രീതികളും മാറി എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ആ ട്രെൻഡിന് ഒരു മാറ്റം സംഭവിച്ചു. ഇനി ഇങ്ങനെയും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു കാര്യം, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന കുട്ടികളോട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെയും ഇനി പരീക്ഷയ്ക്ക് ചോദ്യം വരാതിരിക്കാം, അതിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വരാതിരിക്കാം എന്നുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ പരീക്ഷയുടെ ചോദ്യപേപ്പറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ചോദ്യപേപ്പർ ഒരു മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു അല്പം ഡിഫിക്കൽറ്റിയുടെ ഒരു തുടക്കം അത്രത്തോളം നമുക്ക് അവകാശപ്പെടാനേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ ഒരു പ്രിലിംസ് എക്സാമിനേഷനിൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു പേപ്പർ എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. എസ്പെഷ്യലി ചില മെയിൻസ് എക്സാമുകളിലാണ് പ്രധാനമായിട്ടും ചോദ്യപേപ്പറുകൾ ഡിഫിക്കൽട്ട് ആവാറുള്ളത്. അപ്പോൾ ആ ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മോഡറേറ്റ് ലെവൽ, എന്നാൽ ഒരു സമയം, നമ്മൾ മാത്സിൻ്റെ പോർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്തെടുക്കുന്നതിന് കുറച്ച് സമയത്തിൻ്റെതായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ നിറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല മെജോറിറ്റി ക്വസ്റ്റ്യൻസും. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു ഹാഫ് പേജ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഇനി മറ്റ് സബ്ജക്റ്റുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെന്നുണ്ടെങ്കിലും എളുപ്പമായിരുന്നില്ല, ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സാം എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് എന്നാൽ ഒരല്പം ഡിഫിക്കൽറ്റി ലെവലിലേക്ക് അടുത്ത് മോഡറേറ്റിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ നമുക്ക് കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ എന്നുള്ള രീതിയിൽ. ഇപ്പം ജോഗ്രഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസറബിൾ ആയിരുന്നു എന്നുള്ളതാണ്.
ഹിസ്റ്ററിയുടേതാണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും തന്നെ എന്താണ് നമുക്ക് ആ ഒരു സംഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സാം ഹാളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തതിന്റെ ഒരു പാനിക്കിങ്ങും അതേപോലെ മാത്സ് ചെയ്തെടുക്കുന്നതിന്റെ കുറച്ച് സമയത്തിൻ്റെതായിട്ടുള്ള പ്രശ്നവും മലയാളവും ഇംഗ്ലീഷും നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല, അതായത് ഈസി സ്കോറിംഗ് അല്ല എന്ന കാരണത്താലും സമയം കിട്ടാത്തതിന്റെ കാരണത്താലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ചോദ്യം അല്പമെങ്കിലും നമുക്ക് ഒരു മോഡറേറ്റിന് മുകളിൽ ഡിഫിക്കൽട്ടിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു കാര്യം, കാരണം സ്റ്റേജ് 1 എക്സാമിനേഷൻ എഴുതിയവരെ സംബന്ധിച്ചിടത്തോളം ഇനി പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ യൂഷ്വലി ഒരു എളുപ്പമുള്ള ഒരു ആവറേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് PSC ചോദിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ കട്ട് ഓഫ് നമുക്കറിയാം ഒരു 47-48 എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും സാധാരണ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ബിലോ 50, അതായത് പകുതി മാർക്കിലും തൊട്ട് താഴെയുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞ കമ്പനി ബോർഡിന്റെ പ്രിലിംസ് എക്സാമിനേഷൻ വളരെ എളുപ്പമായിരുന്നു, ഈസി സ്കോറിംഗ് ആയിരുന്നു. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ എളുപ്പമായിരുന്നു. അതുപോലെ ജനറൽ പേപ്പറിൽ നിന്നും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒരു റിവിഷനൊന്നും ഇല്ലാതെ പോയാൽ തന്നെ ഒരു 15 മാർക്കിനടുത്ത് സ്കോർ ചെയ്യാനും പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് പോലും കട്ട് ഓഫ് 52 ആയിരുന്നു ഉണ്ടായിരുന്നത്. 52 പോയിന്റ് സംതിങ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നത്. അപ്പം ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ, ഈസി ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു 52ലേക്ക് കട്ട് ഓഫ് പോകാൻ, ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മളൊരു 47-48 എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു പരീക്ഷയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 45-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യുമെന്ന് ഉറപ്പുള്ള എല്ലാവർക്കും നിങ്ങളുടെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കമ്പനി ബോർഡ് ആ ഒരു എക്സാം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, മറ്റ് പരീക്ഷകളിലേക്ക് വരുമ്പോൾ കട്ട് ഓഫ് ഡിഫറൻറ്റ് ആവും, വേക്കൻസിക്ക് അനുസരിച്ചുകൊണ്ട് കട്ട് ഓഫ് ഡിഫറൻറ്റ് ആവും. അപ്പോൾ ഒരു 45-ന് മുകളിൽ മാർക്കുള്ള ആരും തന്നെ ഡെസ്പ് ആവേണ്ടതില്ല. ഞാനൊരു 46 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി 45-ന് മുകളിലുള്ള ആരും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഡെസ്പ് ആവേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ തന്നെ വളരെ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളെല്ലാം തന്നെ ഒന്നും കൂടി എടുത്ത് റിവൈസ് ചെയ്തോളുക. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാതൊന്നും ഇരിക്കേണ്ട കേട്ടോ. അതിനി ഒരുപക്ഷെ PSC അങ്ങനെ ഒരു കാര്യം ആവർത്തിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമായേക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേജ് എക്സാം എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എക്സാമിനേഷൻ ഇതിലും ഡിഫിക്കൽട്ട് ആവാനുള്ള സാധ്യതയൊന്നും തന്നെ ഇല്ല. അപ്പം മേ ബി കുറച്ചുകൂടി എളുപ്പമാവാനുള്ള സാധ്യതയായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേജ് എഴുതുന്നവർക്ക് നോർമലൈസേഷൻ്റെ കാരണത്താലായിട്ട് ഒരുപക്ഷെ അവർക്ക് കുറച്ച് മാർക്ക് കൂടി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പം നമുക്കാണ് ചലഞ്ചിങ്. സ്റ്റേജ് 2 and 3 എഴുതുന്നവർക്കാണ് ചലഞ്ചിങ്. നിങ്ങളുടെ റിവിഷൻ നിങ്ങൾ മാക്സിമം ആക്കിക്കൊള്ളുക. എല്ലാ സബ്ജക്റ്റും ഒരേ ഫോക്കസിൽ തന്നെ പഠിച്ചുകൊള്ളുക. നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമുള്ളതൊന്നും നന്നായി അറിയാവുന്ന ഭാഗം അത് ഏത് സബ്ജക്റ്റ് ആയിക്കൊള്ളട്ടെ, ഈവൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കൊള്ളട്ടെ, അത് തന്നെ റിപ്പീറ്റ് ചെയ്തോളുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ മാക്സിമം കിട്ടത്തക്ക രീതിയിൽ തന്നെ പഠിച്ചുകൊള്ളുക. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഏരിയയിൽ നിന്നും നല്ല സ്കോറിങ്ങിലേക്ക് തന്നെ വേണ്ടിയിട്ട് വീണ്ടും നോക്കിക്കൊള്ളുക. അപ്പോൾ ഇതൊരു ട്രെൻഡ് ചേഞ്ച് ആയതിനപ്പുറത്തേക്ക് ഇതൊരു പാറ്റേൺ ചേഞ്ച് ആയി, ഇനി PSC ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന രീതിയിലുള്ളൊരു ആശങ്കയൊന്നും വേണ്ട. ഇതൊരു എക്സാമിനേഷനാണ്. എക്സാമിനേഷനിൽ പല രീതിയിലുള്ള ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. PSC എക്സാം ആയതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ വരുന്ന രീതികൾക്കനുസരിച്ച് തന്നെ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ളതും, അല്ലെങ്കിൽ ഇനി ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു രീതിയിലുള്ളൊരു കൺക്ലൂഷനിലേക്കൊന്നും പോകണ്ട. ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനാണ്. സ്വാഭാവികമായിട്ടും ഒരു 10+2 ലെവൽ എക്സാമിനേഷന് കാണുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഡിഗ്രി ലെവലിനെ അപ്രോച്ച് ചെയ്യരുത്. അതിൽ പലതരത്തിലുള്ള കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചില സമയങ്ങളിൽ ചലഞ്ചിങ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാം ഒരു സ്പൂൺ ഫീഡിങ് എന്നൊരു ടൈപ്പിൽ തന്നെ നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ സ്റ്റേജ് 2 and 3 എഴുതുന്നവർ പാനിക് ആവേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ പരീക്ഷ നോർമൽ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ നടക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷനിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. All the best for your examination. Thank you all.